ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഷ് ആണ് കേട്ടോ. ഇതിനങ്ങനെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരു ടൈമല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വാഷ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് കുറച്ച് ഇതൊരു സിറപ്പ് പോലെ കുറച്ചൊഴിച്ച് ബാക്കി വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ക്യാരറ്റാണ് കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ പുറത്തെ ഈ തൊലിയില്ലേ അതൊന്ന് ചീകിക്കളയണം. എന്നിട്ട് ഇതങ്ങനെ ചെറിയ പീസൊന്നും ആക്കി കട്ട് ചെയ്യൊന്നും വേണ്ട. കാരണം നമ്മളിത് വേവിക്കാൻ പോവാ. അപ്പം വേവിച്ചിട്ട് മിക്സിയിൽ അടിക്കുകയാ ചെയ്യേണ്ടത്. കുറച്ച് വലിപ്പമുള്ള പീസായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ക്യാരറ്റും കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് വേവിക്കണം. അപ്പോൾ ഈ കട്ട് ചെയ്ത ക്യാരറ്റ് നമ്മളൊരു കുക്കറിലേക്ക്, ചെറിയൊരു കുക്കർ മതി, കാരണം ഞാനിപ്പോൾ 3 പീസല്ലേ എടുക്കുന്നുള്ളൂ. അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1.25 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ വേവിക്കാൻ പോവാം. ഒരു 4-5 വിസിലൊക്കെ വരുന്നത് വരെ നമുക്കിതിനൊന്ന് വേവിക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് ചൂട് ആറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ ക്വാണ്ടിറ്റി കൂടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്യാരറ്റിൻ്റെ അളവൊക്കെ കൂട്ടാട്ടോ. അപ്പം അതൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ട് ആ സമയത്ത് നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ഷുഗർ എടുക്കുന്നത് 1 കപ്പ് ഷുഗറാണ്. 1 കപ്പ് ഷുഗറും 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പം ജസ്റ്റ് ഒരു 1 മിനിറ്റും കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ചിട്ട് ഓഫ് ചെയ്യാം. കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നല്ലതുപോലെ ഈ ക്യാരറ്റ് പീസസ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അപ്പം തന്നെ അതങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ട് പോകുന്ന കാണും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് പീസസ് എല്ലാം തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര പാനിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റിൻ്റെയൊക്കെ ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ടാൽ മതി. അല്ലെങ്കിൽ ചില മിക്സിയിലൊക്കെ ഒത്തിരി ചൂട് ചെന്ന് കഴിഞ്ഞാൽ അതങ്ങ് മിക്സി കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ല തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ അരയ്ക്കുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. നമ്മളിത് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്ന വെള്ളമില്ലേ, ആ വെള്ളം കളയുന്നൊന്നുമില്ല. ആ സെയിം വെള്ളത്തിലാണ് ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനും പോകുന്നത്. നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ക്യാരറ്റ് നല്ലതുപോലെ അരച്ച് വന്നിട്ടുണ്ട്. ഈ അരച്ച ക്യാരറ്റിന് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാര പാനിയില്ലേ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് തിന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കും. എന്തിനാ അരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ക്യാരറ്റ് അരച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തുള്ള ആ ഒരു കുറച്ച് കട്ടിയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 4-5 ചെറുനാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്യും. ഇത് ചീത്തയാവാതേക്ക് ഇരിക്കാൻ വേണ്ടിയാണ് ഈ ചെറുനാരങ്ങ ആഡ് ചെയ്യുന്നത്. നമുക്കത് ചീത്തയാവാതിരിക്കണം കുറേ ദിവസം. ഇത് സ്ക്വാഷ് അല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളിത് കുടിക്കുന്ന സമയത്ത് ആ ഒരു സിട്രസിൻ്റെ ഒരു പുളിപ്പ് വേണമല്ലോ, എന്നാലല്ലേ ഉള്ളൂ ആ ഒരു സ്ക്വാഷിൻ്റെയൊക്കെ ഒരു ഒറിജിനൽ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം ഈ 2 പർപ്പസുമാണ് ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ഈ ക്യാരറ്റിൻ്റെ പൾപ്പ് പോലത്തെ പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ അരയ്ക്കുന്നത് വഴി. പിന്നെ ആ പൾപ്പ് പോലെയുള്ള ഒരു കട്ടിയുള്ള ഭാഗമൊന്നും നമ്മുടെ സ്ക്വാഷിൽ വേണ്ട. അത് പോയി കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും. അപ്പം ആ ഒരു ഭാഗമൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് അരിക്കുന്നത്. പിന്നെ ഇത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്ക്വാഷ് റെഡിയായി എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒരു 1/4 പോർഷനോ 1/2 പോർഷനോ ഒഴിക്കുക, വെള്ളം ഒഴിക്കുക, കുടിക്കുക. അത്രയേ ഉള്ളൂ. പഞ്ചസാര പോലും അഡീഷണൽ ആഡ് ചെയ്തിട്ട് നമ്മൾ സമയമൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ വീട്ടിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്കിങ്ങനെ ദാഹവും വിശപ്പും ഒക്കെ കൂടുതലുള്ള സമയം വീട്ടിൽ തന്നെ നിൽക്കുമ്പം, അപ്പോഴൊക്കെ ഒരു പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ഡ്രിങ്കാണ്. പിന്നെ മധുരം വേണ്ട അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു ഷുഗർ ആഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് മാത്രം അവോയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഡ്രിങ്കാവും, ഒരു ഹെൽത്തി ഡ്രിങ്കായിട്ട് തന്നെ എടുക്കുകയും ചെയ്യാം. 1 വീക്ക് വരെ ഒരു കുഴപ്പമില്ലാതിരിക്കും കേട്ടോ. അപ്പം ഞാൻ ആ ബോട്ടിലെടുത്ത് സ്ക്വാഷിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് ഗ്ലാസിൻ്റെ കുറച്ച് ഭാഗത്ത് സ്ക്വാഷ് ഒഴിച്ചു കൊടുത്തു. ബാക്കി ഭാഗത്തേക്ക് വെള്ളവും കൂടെ ആഡ് ചെയ്തു. നമുക്ക് ഇങ്ങനെ തന്നെ ഇത് യൂസ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് പറഞ്ഞതുപോലെ വേറെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യണ്ട. അപ്പം നമുക്കൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെ എൻ്റെ ടേസ്റ്റ് എന്ന്.
അപ്പോൾ ഈ ഒരു സ്ക്വാഷിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഉള്ളൂ ഞാൻ നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.